ഹലോ ഫ്രണ്ട്സ്, ടെല വി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മക്കളെ, നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിലോട്ട് എത്തിയിരിക്കുക കേട്ടോ. നമ്മളിവിടെ പഠിക്കുന്നത് എന്താ, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് അല്ലേ. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് തന്നെ പാടായിരുന്നു, അപ്പോൾ സെക്കൻഡ് ഓർഡർ അങ്ങനെ പഠിക്കുന്നില്ലേ. പേരായിട്ട് പേടിക്കൊന്നും വേണ്ട, ഭയങ്കര എളുപ്പമാണ്, ഒന്നുമില്ല. നമ്മൾ ഇത്രയും നേരം ചെയ്ത അതേ പരിപാടി തന്നെ, അത് ഒന്നുകൂടെ ചെയ്യാത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കൊരു 1-2 എക്സാമ്പിളിലൂടെ നമുക്ക് ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കാം. നമ്മുടെ NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഈ ഒരു പോർഷൻ്റെ ടോപ്പിക്കിൻ്റെ അണ്ടർ വരുന്ന NCERT എക്സസൈസ് പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെക്ചർ നമുക്ക് കവർ ചെയ്തു പോകാം. ഓക്കെ, എളുപ്പമാണ്, വലിയ സംഭവങ്ങളൊന്നുമില്ല, സിമ്പിളാണ്, മനസ്സിലാക്കാനും സിമ്പിളാണ്. നമ്മൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞായിരുന്നല്ലേ, നമ്മൾ ഒരു 5.1 തൊട്ട് 5.6 വരെയുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ആ അത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്ത്, നമുക്ക് ഏതൊരു ഫംഗ്ഷൻ കിട്ടിയാലും അതിന് എന്ത് ചെയ്യാൻ അറിയാം, നമുക്ക് ഡെറിവേറ്റ് ചെയ്യാൻ അറിയാം. അത്രയും മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, സോ അതിൽ നിന്ന് പുതിയ വേറെ കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ഒരാളുമല്ല. ഓക്കെ, ഇതാ നോക്കിക്കോ, ഞാൻ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണെന്ന് പഠിക്കാം. എന്താ നോക്കിയേ, ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടല്ലോ, y = x³ + tan x എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് അറിയാം. ഓക്കെ, സോ ഞാൻ പറയുക, ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പോവാം, ഞാൻ ഡെറിവേറ്റ് ചെയ്യാൻ പോവുക. ഓക്കെ, സോ dy/dx = x³ ഡെറിവേറ്റീവ് 3x², tan x ഡെറിവേറ്റീവ് എന്താ 6²x. ഓക്കെ ആണേ. ഓക്കെ, ഇനി ഇതാ ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞതാണ് ഇത്രയേ ഉള്ളൂ. ഈ ഇപ്പോൾ കിട്ടിയ ഒരു ഡെറിവേറ്റീവ് ഉണ്ടല്ലോ, ആ ഡെറിവേറ്റീവിനെ ഞാൻ എന്ത് ചെയ്യും, ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യും. അപ്പോൾ എന്തായി, അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവായി. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതാ നോക്കിയേ, ഈ dy/dx = എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ കിട്ടിയല്ലോ, കിട്ടി. ആ ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഞാൻ ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആരെ കിട്ടും, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടും. ഓക്കെ ആണോ. ഓക്കെ, സോ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ നോക്കിക്കോ. ഇതാ കണ്ടോ, d²y/dx² എന്ന് എഴുതിയേക്കുന്നുണ്ടോ, അതാണെന്ന് തോന്നുന്നു നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, dy/dx നമ്മൾ പറയും. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാലോ d²y/dx² എന്ന് പറയും നമ്മൾ. അങ്ങനെയാണെങ്കിൽ പറ, തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ അങ്ങനെ പറയും d³ y/dx³ എന്ന് പറഞ്ഞാൽ മതി. ഫോർത്ത് ഓർഡർ ഡെറിവേറ്റീവോ d⁴y/dx⁴ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇതാ നോക്കിയേ, ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്കറിയാം, നമ്മൾ y' എന്ന് വിളിക്കും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വിളിക്കും, y1 എന്ന് വിളിക്കും, ഇങ്ങനെയൊക്കെ വിളിക്കും. ഇനി നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന് y" എന്ന് വിളിക്കാം, അല്ലെങ്കിൽ y2 എന്ന് വിളിക്കാം. തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണെങ്കിലോ y" എന്ന് വിളിക്കാം, അല്ലെങ്കിൽ y3 എന്ന് വിളിക്കാം. ഓക്കെ, സോ ഈ റെപ്രസെൻറ്റേഷൻസ് കണ്ടാലും മനസ്സിലാക്കുക അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഓർഡർ ഓഫ് ഡെറിവേറ്റീവ്. കണ്ടോ, ആണ്ട് സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ y", അല്ലെങ്കിൽ നമ്മളെങ്ങനെ വിളിക്കും, y2. ഓക്കെ ആണേ. അപ്പോൾ റെപ്രസെൻറ്റേഷൻ പഠിച്ചേ, വലിയ കാര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമുക്കിവിടെ താണ്ടേ ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യാം. dy/dx ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടും. അതായത് എന്താ, d²y/dx². ഓക്കെ ആണേ. ഓക്കെ, ഇതാ നോക്കിയത് എന്താണെന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതെന്താ, ശരിക്കും പറഞ്ഞാൽ എന്താ, ഇത് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവിന് dy/dx എന്ന് പറയുന്ന ഡെറിവേറ്റീവിന് ഞാൻ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആരെ കിട്ടും, d²y/dx² കിട്ടും. ഓക്കെ, റൈറ്റ് ഹാൻഡിൽ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, താണ്ട് നോക്കിയേ, നമുക്ക് എന്ത് കിട്ടും, d²y/dx² d²y/dx² താണ്ടേ ഇവിടെ ഡെറിവേറ്റ് ചെയ്യുക. അങ്ങനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3x² ഡെറിവേറ്റീവ് എത്ര, 6x എന്ന് കിട്ടും. പ്ലസ് sec²x ഡെറിവേറ്റീവ് എന്താ, sec² ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താ, sec x × tan x. അപ്പോൾ sec² ഡെറിവേറ്റീവ് എന്താ, നമുക്ക് നോക്കാം. sec² നമുക്ക് എന്ത് ചെയ്യാൻ, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ, കോമ്പോസിറ്റ് ഫംഗ്ഷൻ കിടക്കും അല്ലയോ. സോ sec² ഡെറിവേറ്റീവ് എന്താ, 2sec x. ഇനി നമുക്ക് എന്ത് ചെയ്യണം, sec x ഡെറിവേറ്റീവ് എടുക്കണം. sec ഡെറിവേറ്റീവ് എന്താ, sec x tan x. ഓക്കെ ആണേ. ഓക്കെ, സോ d²y/dx² നമുക്ക് എന്ത് കിട്ടും, ആൻസർ 6x + 2 × sec² x × tan x എന്ന് കിട്ടും. കിട്ടത്തില്ലയോ, സിമ്പിൾ അല്ലയോ, വല്ല കാര്യമുണ്ടോ, ഒന്നുമില്ല. എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഒരു വട്ടം ഡെറിവേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയും. ആ ഡെറിവേറ്റ് ചെയ്ത് കിട്ടിയതിന് എന്ത് ചെയ്യുക, ഒന്നുകൂടെ അങ്ങ് ഡെറിവേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആരെ കിട്ടും, ആ ഡെറിവേറ്റ് ചെയ്ത് കിട്ടിയതിനെ ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആരെ കിട്ടും, d²y/dx², അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടും. എളുപ്പമല്ലയോ ഇത് ചെയ്യാൻ, എളുപ്പമല്ലയോ, എളുപ്പമാണ്. കാരണം എന്താ, നമുക്ക് ഡെറിവേറ്റ് ചെയ്യാൻ അറിയാം, ഏത് ഫംഗ്ഷൻ കിട്ടിയാലും നമുക്ക് ഡെറിവേറ്റ് ചെയ്യാൻ അറിയാം. നമ്മൾ ഒത്തിരി പ്രോബ്ലം ചെയ്ത് നമ്മൾ എന്ത് ചെയ്തേക്കും, അത് തറവായിട്ടിരിക്കും അല്ലയോ. കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ അറിയാം, ചെയിൻ റൂൾ ഉപയോഗിക്കാൻ അറിയാം അല്ലേ, അതേപോലെ ലെബനിറ്റ്സ് റൂളും കോഷ്യൻ റൂളും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തേക്കുക, നമ്മൾ തഴമ്പിച്ചിരിക്കുക. നമുക്ക് ഇനി എന്ത് ചെയ്യാൻ അറിയാം,
ഫംഗ്ഷൻ ഏതെങ്കിലും ഒന്ന് കൈ കിട്ടിയാൽ അന്നേരം ഡെറിവേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഇനി എന്ത് ചെയ്താൽ മതി? താണ്ടേ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. നോക്കാം, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ തന്നേക്ക് നോക്കിയാൽ y = a sin x + b cos x. എന്നിട്ട് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൽ ഈ രീതിയിലും ക്വസ്റ്റ്യൻ വരും. എന്താ പ്രൂവ് ചെയ്യാൻ ചോദിച്ചേക്കുന്നത്? d2y/dx² + y = 0 എന്നാണ്. അതും സിമ്പിളാണ്. നമുക്ക് ആരെയൊക്കെ വേണം? d2y/dx² ഇക്വേഷനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ആരെ ഉറപ്പായിട്ട് കണ്ടുപിടിക്കണം? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഉറപ്പായിട്ട് കണ്ടുപിടിക്കണം. പ്ലസ് y ആൾറെഡി തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടണമെന്ന് ആലോചിച്ചാൽ മതി, 0 കിട്ടുമെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ. സോ നോക്കാം, നമുക്ക് തന്നേക്കുന്നത് നോക്കാം. y = a sin x + b cos x. dy/dx = a കോൺസ്റ്റന്റ് അതേപോലെ എഴുതി. സൈൻ്റെ ഡെറിവേറ്റീവ് cos x പ്ലസ് b × cos x ഡെറിവേറ്റീവ് മൈനസ് sin x. സോ ആ മൈനസ് ഞാൻ ഇങ്ങോട്ട് എഴുതാം. സോ മൈനസ് sin x ആവും ഇത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കണം, അല്ലയോ? നമുക്ക് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനുള്ളതിനകത്ത് എന്തോ ഉണ്ട്? d2y/dx² ഉണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കണം. d2y/dx² എന്ത് കിട്ടും? അതായത് dy/dx എന്ത് ചെയ്യുക? ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യുക. a കോൺസ്റ്റന്റ് അതേപോലെ എഴുതി. cos x ഡെറിവേറ്റീവ് മൈനസ് sin x. സോ മൈനസ് ഞാൻ അത് എഴുതി, മൈനസ് sin x മൈനസ് b sin x ഡെറിവേറ്റീവ് cos x. ഓക്കെ. സോ അങ്ങനെ ഏതാ നോക്കിയേ. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടിയ ആൻസർ നമുക്ക് നോക്കാം. d2y/dx² + y എന്ത് കിട്ടുമെന്ന് നോക്കാം. d2y/dx² എന്താ? മൈനസ് a sin x മൈനസ് b cos x പ്ലസ് y എന്താ? y നമുക്കറിയാം, നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ? a sin x അതേപോലെ പ്ലസ് b cos x. നമുക്ക് തന്നിരുന്ന സാധനം അത് നോക്കിയാൽ മൈനസ് a sin x പ്ലസ് a sin x ക്യാൻസലായി, മൈനസ് b cos x പ്ലസ് b cos x ക്യാൻസലായി, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടിയാൽ നമുക്ക് 0 കിട്ടി. സോ എന്ത് ചെയ്ത്? പ്രൂവ് ചെയ്ത്. എളുപ്പമല്ലയോ? എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല, സിമ്പിൾ. നോക്കിയോ, അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് ഇവിടെ വേറൊരു പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. എന്താ? d2y/dx² മൈനസ് 5 × dy/dx പ്ലസ് 6y = എന്തൊന്ന് പ്രൂവ് ചെയ്യണം? 0 എന്ന് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാം, എളുപ്പമാണ്. നമുക്കിവിടെ എന്ത് ചെയ്യണം? y തന്നിട്ടുണ്ട്. നമുക്ക് ഈ പ്രൂവ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തുണ്ട്? dy/dx ഉണ്ട്. സോ dy/dx കണ്ടുപിടിക്കാം. dy/dx മാത്രമല്ല d2y/dx² ഉണ്ട്. സോ നമുക്ക് എന്തും കണ്ടുപിടിക്കാം? d2y/dx² കണ്ടുപിടിക്കാം. ഓക്കെ. y തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പറ dy/dx എന്താ? dy/dx വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇതിനെ ഡെറിവേറ്റ് ചെയ്തേ 3 × e⁻²x ഡെറിവേറ്റീവ് എന്താ? e⁻²x ഡെറിവേറ്റീവ് 2 × e⁻²x അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലേ? ഇല്ല. കാരണം എന്താ? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഒരു എക്സസൈസ് മൊത്തം ഇത് തന്നെയായിരുന്നു. എന്താ? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിരുന്നു. ഓക്കെ, നമുക്കതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. സോ e⁻²x 2x ആണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ, അല്ലേ? e⁻²x ഡെറിവേറ്റീവ് അതേപോലെ എഴുതി. 2x ഡെറിവേറ്റീവ് എന്താ? 2. ഓക്കെ, പ്ലസ് ഇവിടെയും 2 × 3 × e⁻3x. ഓക്കെ, സോ dy/dx നമുക്ക് കിട്ടി. dy/dx കിട്ടി. നമുക്ക് ആരെ വേണം? d2y/dx² കൂടെ വേണം, അല്ലേ? ഇതിനെ ഒന്നുകൂടെ ഒന്ന് മാറ്റി എഴുതാം. 3 × 2 എത്ര? 6 e⁻²x പ്ലസ് 6 e⁻3x. ഓക്കെ. സോ d2y/dx² എന്താ? നമ്മൾ എന്ത് ചെയ്യണം? ഇവനെ ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 × 2 എത്ര? 12 e⁻²x പ്ലസ് 18 e⁻3x. ഓക്കെ ആണേ? ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താ? d2y/dx² മൈനസ് 5 × dy/dx പ്ലസ് 6y = 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കാം. നമുക്കിതെല്ലാം ഒന്ന് എഴുതി നോക്കാം. d2y/dx² എന്താ? 12 e⁻²x പ്ലസ് 18 e⁻3x മൈനസ് 5 × dy/dx. 5 × dy/dx അതായത് dy/dx ഇതാണല്ലോ, dy/dx ഇതാണല്ലോ, ഇൻറ്റു എന്ത് ചെയ്യുക? 5 ചെയ്യുക. 5 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 30 കിട്ടും, അല്ലേ? 5 × 6 30 കിട്ടും. സോ 30 e⁻²x മൈനസ് 5 × dy/dx, അല്ലയോ? സോ മൈനസ് 30 e⁻3x. ഓക്കെ ആണോ? ഓക്കെ. സോ ഒന്നുമില്ല, -5 കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? dy/dx മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് -5 കൊണ്ട്. ഓക്കെ, സോ -5 × dy/dx ഇത് കിട്ടി.
പ്ലസ് എന്തുകൊണ്ട് ഇനി ഒരു 6y ഉണ്ട് അല്ലേ, 6y എന്ന് പറയുമ്പോൾ എത്ര, 18 e⁻²x പ്ലസ് 12 e⁻3x. ഓക്കെ ഓക്കെ, ഇതാ നോക്കിയാൽ ഇനി ക്യാൻസലായി പോകാൻ വല്ലതും ഉണ്ടോ നോക്കിയേ. 12 e⁻²xും 18 e⁻²xും കൂടെ എത്ര ആവും, 12ഉം 18 എത്ര ആവും, 10, 10, 20, 28, 30. സോ 30 e⁻²x ഉണ്ട് അല്ലയോ, 30 e⁻, കണ്ടോ, 18 e⁻²xും 12 e⁻²xും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 30 e⁻²x കിട്ടും. കിട്ടത്തില്ലയോ, കിട്ടും. ഇവിടെ നമുക്ക് എന്തുകൊണ്ടൊരു -30 e⁻² ഉണ്ട്. സോ അതെല്ലാം കൂടെ എന്ത് ചെയ്യും, ക്യാൻസലായി പോകും. എന്ത് ചെയ്യും, ക്യാൻസലായി പോകും. ഓക്കെ ആണോ? ഓക്കെ. ഇനി അതേപോലെ അതാ നോക്കിയേ, 18 e⁻3x ഉണ്ട്, 12 e⁻3x ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. കണ്ടോ, 12 e⁻3x ഉണ്ട്, 18 e⁻3x ഉണ്ട്. അപ്പോൾ എത്ര ആയി, 30 e⁻3x ആയി. നമുക്കിവിടെ എന്തുകൊണ്ട് ഒരു -30 e⁻3x ഉണ്ട്. സോ അവന്മാരെല്ലാം കൂടെ എന്ത് ചെയ്തോളും, കട്ടായി പോകും. ഓക്കെ ആണോ? ഓക്കെ. സോ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ആൻസർ എന്ത് കിട്ടി, 0 എന്ന് കിട്ടി. സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലയോ, സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റി. നോക്കാം, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയോ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയോ. എന്താ ചെയ്യുന്നത്, y ഈസിക്കൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ഷോ ദാറ്റ് 1 - h² ഇൻറ്റു d²y/dh² മൈനസ് h ഇൻറ്റു dy/dh ഈസിക്കൽ ടു 0. സോ നമുക്ക് എന്ത് ചെയ്യണം, d²y/dh² വേണം, h ഇൻറ്റു dy/dh. ഓക്കെ, നോക്കാം നമുക്ക്. y ഈസിക്കൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, y ഈസിക്കൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്, dy/dh ഈസിക്കൽ ടു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാപ്പാടം അറിയാം, 1/√1 - h². ഓക്കെ ഓക്കെ. സോ നമുക്ക് എന്ത് വേണം, ഇനി d²y/dh² വേണം. ഓക്കെ, എന്ത് വേണം, d²y/dh² വേണം. നമുക്കറിയാം 1 - h² ഇൻറ്റു d²y/dh² ആ ലെഫ്റ്റ് കിടക്കുന്ന ടേം അല്ലേ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് തന്നെ d²y/dh² എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് ഈ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തു വന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യും, 1 - h² ഇൻറ്റു d²y/dh² നമ്മൾ കണ്ടുപിടിക്കുമല്ലോ, അതെ, മൈനസ് h ഇൻറ്റു dy/dh നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതെല്ലാം കൂടെ നിരത്തി പിടിച്ച് എഴുതി കൂട്ടിയിട്ട് 0 ആക്കി കാണിച്ചാലും മതി. നമ്മൾ മുന്നേ ചെയ്തതുപോലെ, നമ്മൾ തൊട്ട് മുന്നേ അങ്ങനെ തന്നെയല്ലേ ചെയ്തത്. dy/dh കണ്ടുപിടിച്ചു, d²y/dh² കണ്ടുപിടിച്ചു, പിന്നെ എന്ത് ചെയ്തു, കണ്ടുപിടിച്ച സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യാം. ഇനി ഇവിടെയും നമുക്ക് അങ്ങനെ തന്നെ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് വേറൊരു ഐഡിയ തോന്നി. എന്താ നോക്കിയാൽ ഈ 1 - h² ഞാൻ എന്ത് ചെയ്യാൻ പോവാം, √1 - h² ഞാൻ എന്ത് ചെയ്യാൻ പോവാം, ലെഫ്റ്റിലോട്ടൊന്ന് കൊണ്ടുവരാൻ പോവാം. ഓക്കെ, ലെഫ്റ്റിലോട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക, കൊണ്ടുവരാൻ പോകുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, √1 - h² ഇൻറ്റു dy/dh ഈസിക്കൽ എന്താ, 1. രണ്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാം, സ്ക്വയർ ചെയ്യാൻ പോവാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, 1 - h² ഇൻറ്റു dy/dh ദ ഹോൾ സ്ക്വയർ ഈസിക്കൽ എന്താ, 1. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഡെറിവേറ്റ് ചെയ്യാൻ പോവാം. ഞാൻ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ, ഒരു ഫംഗ്ഷനും വേറൊരു ഫംഗ്ഷനും കൂടെ dy/dh എന്ന് പറയുന്ന ഫംഗ്ഷനും 1 - h² എന്ന് പറയുന്ന ഫംഗ്ഷനും കൂടെ എന്ത് ചെയ്തേക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. എങ്ങനെ കിടക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, നമ്മളെ ലെബനിറ്റ്സ് റൂൾ യൂസ് ചെയ്യണം അല്ലയോ, u'(v + uv' എന്ന് പറയുന്ന റൂൾ യൂസ് ചെയ്യണം. വേണം. സോ നമുക്കത് യൂസ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലേ, എത്ര, -2x ഇൻറ്റു v അതേപോലെ എഴുതുക, അതായത് dy/dh ദ ഹോൾ സ്ക്വയർ അതേപോലെ എഴുതുക. ഓക്കെ, u'(v പ്ലസ് u അതായത് 1 - h² ഇൻറ്റു v' അതായത് dy/dh ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. dy/dh ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ, dy/dhൻ്റെ ഡെറിവേറ്റീവ് എന്താ, അത് d²y/dh² ആണ്, സംശയമൊന്നുമില്ല. പക്ഷേ dy/dh ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ഇത് നോക്കുമ്പോൾ അറിയാം, ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ, ഇത് ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ. കണ്ടോ, ഒരു ഫംഗ്ഷൻ dy/dh എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ക്വയറും ചെയ്തിട്ടുണ്ട്. സോ ഒരു സ്ക്വയർ ഫംഗ്ഷനും കൂടെ അവിടെ വന്നിട്ടുണ്ട് അല്ലേ, കോമ്പോസിറ്റ് ഫംഗ്ഷൻ. നമ്മൾ എന്ത് ചെയ്യും അന്നേരം, നമുക്കറിയാം ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എന്താ, 2 ഇൻറ്റു dy/dh ഇൻറ്റു എന്ത് ചെയ്യണം, dy/dhൻ്റെ ഡെറിവേറ്റീവ് കൂടെ എടുക്കണം. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, h + 2 ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. നമ്മളെന്ത് ചെയ്യും, h + 2 ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 2 ഇൻറ്റു h + 2 നമ്മൾ എഴുതും. ഇനി എന്ത് ചെയ്യും, h + 2ൻ്റെ ഡെറിവേറ്റീവും കൂടെ നമ്മൾ എടുക്കണ്ടേ, ഇൻറ്റു 1.
വേറൊന്നും പറയാം. എച്ച് സ്ക്വയർ പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. ഡെറിവേറ്റീവ് എന്താ? 2 ഇൻറ്റു എച്ച് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എന്ത് ചെയ്യണം നമ്മൾ? എച്ച് സ്ക്വയർ പ്ലസ് 2ൻ്റെ ഡെറിവേറ്റീവ് കൊടുക്കണം. എന്താ? 2x. ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ വരുവാണ്, കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് വരുവാണെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റൻ ഇങ്ങനെ തന്നെ ചെയ്ത് കാണിച്ചത്. അപ്പോൾ ആ ഐഡിയയും കൂടെ ഒന്ന് ക്ലിയർ ആവണം. ഓക്കെ. സോ dy ബൈ ഡി എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. പക്ഷേ dy ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലോ, dy ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആൾറെഡി ഉണ്ട്. ആ ഫംഗ്ഷനെ എന്ത് ചെയ്തേക്കുന്നുണ്ട്? സ്ക്വയറും ചെയ്തിട്ടുണ്ട്. സോ കോമ്പോസിറ്റ് ഫംഗ്ഷൻ അത് കിടക്കുന്നത്. നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും നമുക്ക്, ഇല്ലേ? ചെയ്യേണ്ടി വരും. സോ നമ്മൾ എന്ത് ചെയ്യും? dy ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, സ്ക്വയർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2 ഇൻറ്റു dy ബൈ ഡി എക്സ്. ഇനി എന്ത് ചെയ്യും? ഇൻറ്റു എന്ത് ചെയ്യും? dy ബൈ ഡി എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. കാരണം അകത്ത് കിടക്കുന്ന എന്താ? ഒരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷനെയാണ് സ്ക്വയർ ചെയ്തിരിക്കുന്നത്, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? dy ബൈ ഡി എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. dy ബൈ ഡി എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്ത് കിട്ടും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടും. ഓക്കെ. ഇവിടെയും ചെയ്തത് അത് തന്നെ അല്ലയോ? എച്ച് സ്ക്വയർ പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഉണ്ട്. ഞാൻ എന്ത് ചെയ്ത്? എച്ച് സ്ക്വയർ പ്ലസ് 2 ദ ഹോൾ സ്ക്വയറിൻ്റെ ആ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് കിടക്കുക. സോ 2 ഇൻറ്റു എച്ച് സ്ക്വയർ പ്ലസ് 2. ഇനി അവിടെ കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? എച്ച് സ്ക്വയർ പ്ലസ് 2 അകത്ത് കിടക്കുന്ന ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? ആ അകത്ത് കിടക്കുന്ന ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെറിവേറ്റ് ചെയ്യണം, അല്ലേ? അതും ചെയ്തല്ലേ. സോ എച്ച് സ്ക്വയർ പ്ലസ് 2നെ ഡെറിവേറ്റ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്? 2x കിട്ടിയത്. അതേപോലെ തന്നെ അതാണ്ട് ഒന്നുകൂടെ പറയാം ഞാൻ. dy ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഫംഗ്ഷൻ. ആ ഫംഗ്ഷനെ സ്ക്വയർ ചെയ്തിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക? സ്ക്വയർ എച്ച് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x. സോ dy ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2 ഇൻറ്റു dy ബൈ ഡി എക്സ്. പക്ഷേ എന്ത് ചെയ്യണം? ആ അകത്ത് കിടക്കുന്ന ഫംഗ്ഷനെയും, dy ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണല്ലോ നമ്മൾ ചെയ്തപ്പോൾ അതാണ്ട് കിട്ടിയത്. 1/√(1 - x സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണല്ലോ. സോ എന്ത് ചെയ്യുക? ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡെറിവേറ്റ് ചെയ്യേണ്ടി വരും. സോ dy ബൈ ഡി എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ആ ഫംഗ്ഷനെ ഡെറിവേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ ആണേ. സോ dy ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എഴുതാൻ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇതാണ്ടോ ചുമ്മാ എഴുതി കാണിക്കാം. dy ബൈ ഡി എക്സ് dy ബൈ ഡി എക്സ് ദ ഹോൾ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 3 ഇൻറ്റു dy ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പോൾ തെറ്റിപ്പോകരുത്. dy ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയറും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറും എന്തല്ല? ഒന്നല്ല. ഓക്കെ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ആ ഡെറിവേറ്റീവിനെ, dy ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഡെറിവേറ്റീവിനെ ഒന്നുകൂടെ എന്ത് ചെയ്തു? ഡെറിവേറ്റ് ചെയ്തു. അതാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ്. dy ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമുക്ക് കിട്ടിയ dy ബൈ ഡി എക്സ് ഉണ്ടല്ലോ, അതിനെ എന്ത് ചെയ്തു? അതിനെ സ്ക്വയർ ചെയ്തേക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? 1/1 - x സ്ക്വയർ എന്ന് കിട്ടും. റൂട്ട് അങ്ങ് പോകും. ഓക്കെ. അപ്പോൾ ക്ലിയർ ആയേ? dy ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ എന്താണെന്നും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്താണെന്നും ഒക്കെ ക്ലിയർ ആയേ? dy ബൈ ഡി എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ dy ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, dy ബൈ ഡി എക്സ് ദ ഹോൾ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എല്ലാം എടുക്കാൻ ക്ലിയർ ആയേ? ക്ലിയർ ആയി. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? 1 - x സ്ക്വയർ ഇൻറ്റു ഇനി എന്താ ചെയ്യുന്നത്? dy ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കിടക്കുന്നത് അല്ലയോ? ഇത് u, ഇത് v അല്ലേ? സോ അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് എന്താ? 2 ഇൻറ്റു dy ബൈ ഡി എക്സ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ ആണേ? dy ബൈ ഡി എക്സ് ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2 ഇൻറ്റു dy ബൈ ഡി എക്സ് ഇൻറ്റു dy ബൈ ഡി എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ. സോ അങ്ങനെ എന്താ നോക്കിയോ? ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ അതാണ്ട് അടുത്ത പേജിലോട്ട് കാണിച്ചു തരാം. അത് നമുക്കിവിടെ ലാസ്റ്റ് കിട്ടിയ സാധനം എല്ലാം കൂടെ ഞാൻ എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകാനേ. അടുത്ത പേജ് കാണിച്ചു തരാം അത്. ഓക്കെ. സോ എന്ത് ചെയ്തു? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡെല്ലാം ഡെറിവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ? റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടന്ന് എന്തായിരുന്നു? 1 ആയിരുന്നു. 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1ൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താ? 0. ഓക്കെ ആണേ? ഓക്കെ. സോ 2x ഇൻറ്റു dy ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 - x സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു dy ബൈ ഡി എക്സ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇത്രയും കാര്യങ്ങളായി. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? നമ്മുടെ ക്വസ്റ്റിന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് എന്താ? 1 - x സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് x ഇൻറ്റു dy ബൈ ഡി എക്സ്. നോക്കിയേ, നമ്മുടെ ടേമുകൾ എന്താ? 1 - x സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ്. സോ മൈനസ് x ഇൻറ്റു dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? ഓക്കെ. സോ നമുക്ക് എല്ലാം ആയി. നമുക്ക് എന്താ? അതാണ്ട് 1 - x സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് അതേപോലെ -2x ഇൻറ്റു dy ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഉണ്ട്. നമുക്ക് dy ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ വേണ്ട, dy ബൈ ഡി എക്സ് മതി അല്ലേ? നമുക്ക് എങ്ങനെ അതാണ്ട് ഈ കാണുന്ന രീതിയിലോട്ട് ഇതിനെ മാറ്റാൻ പറ്റും?
എളുപ്പമാണ്. താൻ നോക്കിയേ, ഞാനൊരു dy/dx കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡ് ഞാൻ എന്ത് ചെയ്യാൻ പോവാ, കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പോവാ. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താവും, അതാണ് ഈ പ്ലസ് ടേമിനെ ഞാൻ ആദ്യം എഴുതാം, ഈ പ്ലസ് ടേമിനെ ഞാൻ ആദ്യം എഴുതാം, ഈ മൈനസ് ടേമിനെ ഞാൻ രണ്ടാമത് എഴുതാം. ഓക്കെ. സോ അതാണ് പ്ലസ് ടൈമിൽ ഞാൻ dy/dx കൊണ്ട് കംപ്ലീറ്റ്, ഞാൻ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്ത് ചെയ്യാൻ പോവാം, dy/dx കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. കാരണം എന്താ, നമുക്ക് d²y/dx² കൂടെ ആര് മതി, d²y/dx² കൂടെ ആര് മതി, 1 - h² മാത്രം മതി. ഒരു 2 × dy/dx എന്തുണ്ട്, ദാണ്ട് ഈ ടൈമിൽ കിടപ്പുണ്ട്, അതും പോകണം. അതേപോലെ ഇവിടെയും ദാണ്ട് -h × dy/dx ആണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് -2h × dy/dx (2) ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ട് ഒരു dy/dx കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ dy/dx (2) ഉണ്ടായിരുന്നു, അതെന്താവും, dy/dx ആവും. ഇവിടുത്തെ dy/dx എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് പോകും. ഓക്കെ ആണേ. ഓക്കെ. ഇനി വേണമെങ്കിൽ എനിക്ക് ഈ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാം, ഒരു 2 കൊണ്ടും കൂടെ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. കാരണം ഈ 2 നമുക്കില്ലല്ലോ, നമുക്കില്ലാത്ത ആളല്ലേ, നമ്മുടെ തെളിയിക്കാനുള്ള ഇക്വേഷനകത്ത് ആ 2 ഇല്ലല്ലോ, ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ 2 × dy/dx. സോ 2 × dy/dx കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഡിവൈഡ് ചെയ്യാൻ പോവാ ബോത്ത് സൈഡ്. സോ നോക്കാം എന്ത് കിട്ടും, ആൻസർ നോക്കാം. -2h dy/dx (2) പ്ലസ് 1 - h² × 2 × dy/dx d²y/dx² = 0. ഞാൻ എന്ത് ചെയ്യാൻ പോവാ, 2 × dy/dx കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ. സോ 2 × dy/dx ഇവിടെയും 2 × dy/dx, ഇവിടെയും 2 × dy/dx. 0 ഡിവൈഡഡ് ബൈ എന്ത് വന്നാലും അതിനകത്ത് വേറെ എന്തില്ല, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് 0 തന്നെയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയാൽ ഈ 2ഉം കട്ടായി പോവും, ഒരു dy/dx ഒരു dy/dx കട്ടായി പോവും. നമുക്ക് എന്ത് കിട്ടും, -h × dy/dx കിട്ടും. പ്ലസ് ഇവിടെ എന്ത് കിട്ടും, ഒരു dy/dx ക്യാൻസൽ, 2 ക്യാൻസൽ. സോ എന്ത് കിട്ടും, 1 - h² × d²y/dx² = 0 എന്ന് കിട്ടും. കണ്ടോ, ഇത് തന്നെയല്ലേ നമുക്ക് തെളിയിക്കാനുള്ളത്. 1 - h² × d²y/dx² -h × dy/dx = 0. സോ പ്രൂവായി. ഈസി അല്ലയോ, നമുക്ക് ആ 1 - h² ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ഒന്നും എടുത്തിട്ട് കൊടുത്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പ്രൂവ് ചെയ്യാൻ പറ്റി. സോ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നമുക്ക് സോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇതല്ലെങ്കിൽ നമുക്ക് വേറൊരു ഐഡിയ ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്ത ഐഡിയ എന്താ, dy/dx കണ്ടുപിടിക്കുന്നു, d²y/dx² കണ്ടുപിടിക്കുന്നു. പിന്നെ ആ ഇക്വേഷന് പറഞ്ഞേക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, എല്ലാത്തിനെയും പറക്കി ഇട്ട് കൊടുക്കുക. 1 - h² ഇടുക, d²y/dx² നമ്മൾ കണ്ടുപിടിച്ചതിരിപ്പുണ്ട്, അതെടുത്തിട്ട് കൊടുക്കുക. -h × dy/dx നമ്മൾ കണ്ടുപിടിച്ചിരിപ്പുണ്ട്, അതെടുത്തിട്ട് കൊടുക്കുക. സോ അതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, =0 എന്ന് കിട്ടും. ഓക്കെ. അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഓക്കെ ആണേ. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ, ഞാൻ ഈ രീതി ചെയ്തതിന് വേറെ ഒരു കാരണം എന്താ, നമുക്ക് ആ dy/dx (2) d²y/dx² തമ്മിലുള്ള വ്യത്യാസവും, അല്ലെങ്കിൽ dy/dx (3) അല്ലെങ്കിൽ (4) എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണമായിരുന്നു, നോക്കണമായിരുന്നു. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് NCERT ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഞാൻ വിചാരിക്കുന്ന NCERT ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് NCERT ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഈ ഒരു സെഷൻ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് NCERT എക്സസൈസ് എന്ത് ചെയ്യാം, ലാസ്റ്റ് അതെല്ലാം കൂടെ ഒരു വീഡിയോയിലായിട്ട് പോകും. കാരണം ഈ വീഡിയോയിൽ ഇനി അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 hour 1.5 hour ഇനിയും വരും. അപ്പോൾ വേണ്ട, വീഡിയോ ഒത്തിരി ലെങ്തി ആക്കേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ NCERT എക്സസൈസ് എല്ലാം കൂടെ നമുക്ക് അടുത്തൊരു ലെക്ചറായിട്ട് ചെയ്യാം. ഓക്കെ. സോ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഹാപ്പി ലേണിംഗ്. ബൈ.